ശ്രീ ജയം റഹീം, ഇത്രയ്ക്ക് പ്രശ്നക്കാരാണോ ഈ കുട്ടികളൊക്കെ? ഒരിക്കലുമല്ല. കാരണം ഇതിൽ ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നത്, കാരണം ഈ ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കുമെന്ന് പുതിയ തലമുറ. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 2025 മുതൽ ജനറേഷൻ ബീറ്റ വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനറേഷൻ ആൽഫയ്ക്കും ഇസഡിനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം അവർ പുതിയ തലമുറ, ഇപ്പോൾ ജനറേഷൻ ആൽഫ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഇപ്പോൾ ടാബ്ലറ്റ് ആയാലും മൊബൈലായാലും ഫോണോ, ഇതൊക്കെ അവർക്ക് കളിപ്പാട്ടങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന കാലമാണ്. നമ്മുടെയൊക്കെ കാലം അങ്ങനെയല്ല. നമ്മുടെയൊക്കെ ജനറേഷൻ എക്സിൽ വരുന്ന ജനറേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനറേഷനെ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അവിടെ തീർച്ചയായിട്ടും സമൂഹത്തിലെ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പാരൻറ്റിങ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം രക്ഷിതാക്കൾക്ക് ഒരുപാട് അതിൽ റോളുണ്ട്. പക്ഷേ ആ റോള് രക്ഷിതാക്കൾ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പോഴും പല രക്ഷിതാക്കൾക്കും നമ്മുടെ കുട്ടി സ്വന്തം കുട്ടി, ഇപ്പോൾ 1-2 കുട്ടികളാണ്. പണ്ടുള്ള കാലത്തെ ഒരു കുടുംബ വ്യവസ്ഥയല്ല ഇപ്പോഴും വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മുടെ കുട്ടികൾ, എൻ്റെ കുട്ടി തോൽക്കാൻ പാടില്ല, ഒരിക്കലും ഫെയിലുവർ അവനെ ബാധിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത, ഇപ്പോൾ ഒരു അധ്യാപനം എന്നുള്ളതൊക്കെ നമുക്കത് സ്കൂളുകളിലൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വശത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമുക്കറിയാം, കാട്ടാക്കടയിൽ നമ്മുടെ ഈ അച്ഛനെ കൊന്ന ആ കുട്ടിയുടെ കഥ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവന് ചൈനയിൽ പിടിച്ച ആ കുടുംബം ഒരു ആവറേജ് ഫാമിലിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ചൈനയിൽ പഠിക്കാൻ വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് അവന് കൊച്ചിയിൽ സിനിമ കാണാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി 1.5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ അതിനെ എതിർക്കുന്നു, പക്ഷേ അച്ഛൻ അതിന് അനുകൂലമായിട്ട് പോവുകയാണ്. അപ്പോൾ അവൻ അത് പഠിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കുറച്ച് മാറ്റങ്ങൾ, ലഹരിയുടെ സ്വാധീനമാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ പാരൻറ്റിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കുട്ടികൾ ആവശ്യപ്പെടുന്ന എന്തും സാധിച്ചു കൊടുക്കുന്ന അവനൊരു പരാതി. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാലത്ത് 5-6 മക്കളുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നതാകുമ്പോൾ സ്വാഭാവികം ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ഇല്ലായ്മകൾ, ഒരുപാട് ദാരിദ്ര്യം, ഒരുപാട് അത്തരത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചു വന്ന കുട്ടികളാണ് നമ്മുടെ തലമുറ. പക്ഷേ പുതിയ തലമുറയ്ക്ക് അത്തരത്തിലുള്ള കഷ്ടപ്പാട് അവർ വളരെ വേഗതയുടെ ഒരു കാലം കൂടിയാണ്. അപ്പോൾ ആ തരത്തിൽ പക്ഷേ അവർക്ക് ഒരുപാട് ഗുണങ്ങളുള്ള, അപ്പോൾ നമുക്ക് അധ്യാപനം എന്നുള്ള കുട്ടികളുടെ ഒരുപാട് നല്ല വശങ്ങൾ നമ്മളിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ പുതിയ ഈ പറഞ്ഞ മൊബൈലിൻ്റെ ഉപയോഗം, അഡിക്ഷൻ കുറേ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഉപയോഗങ്ങളും പുതിയ തലമുറ ഒരുപാട് മാറ്റങ്ങൾ. പക്ഷേ അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന, നേരത്തെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന അതിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പത്രങ്ങൾ വായിച്ചതാണ്, ഒരു യൂട്യൂബ്, ഒരു ഓൺലൈൻ പഠന മാധ്യമം, അവർ കുട്ടികളോട് ഉപദേശിക്കുന്നു, നിങ്ങളിനി പരീക്ഷ, SSLC പരീക്ഷ ഇനി മാർച്ച് അല്ലെ +2 പരീക്ഷ നിങ്ങൾക്ക് മാർച്ചിലാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി, നിങ്ങൾ സ്കൂളിൽ പോകേണ്ട കാര്യമില്ല, സ്കൂളിൽ നിന്ന് എന്തിന് പോകുന്നു എന്നുള്ള തരത്തിലുള്ള ഉപദേശങ്ങൾ. അപ്പോൾ അതിൽ കുറേ വീഴുന്നതിൻ്റെ, സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആവുന്നതിൻ്റെ പ്രശ്നവുമുണ്ട്. അപ്പോൾ അതിനെ തിരുത്തി എടുക്കാനായിട്ട് രക്ഷിതാക്കൾക്ക് കൃത്യമായ. ശ്രീ റഹീം, പല ക്രൈമുകളും ഇത്രയും വലിയ വിഷയമാണോ എന്ന് തോന്നുന്ന ഒരു ജനറേഷൻ അല്ലേ? അതായത് ഇപ്പോൾ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം പരിശോധനകളൊക്കെ സ്കൂളുകളിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ഇതൊരു കുറച്ചു കാലം മുൻപ് നമ്മുടെ ഒരു കാലത്തായിരുന്നെങ്കിൽ അതൊരു പക്ഷേ പേടിപ്പിക്കുന്ന കാര്യമാണ്, അതൊരു വലിയ സംഭവമാണ്. ഇതൊരു യൂഷ്വൽ റൂട്ടീൻ ചെക്കപ്പ് പോലെയാണ്, ഇതിൽ വലിയ വിഷയമല്ല, ഇതൊക്കെ ഉണ്ടാകാം എന്നുള്ളൊരു തോന്നലൊക്കെ ഒരു തലമുറയ്ക്ക് വരികയാണ്. അതായത് ഇതൊന്നും വലിയ കാര്യമല്ല, ഒരാളെ കൊല്ലുക എന്ന് പറയുന്നതും വലിയ കാര്യമല്ല എന്ന് ഉള്ള ഒരു തോന്നലിലേക്ക് ഒരു ജനറേഷൻ പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അത് സോഷ്യൽ മീഡിയ സ്വാധീനം ഒരു പ്രധാനമാണ്. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് പഴയ ഒരു സിനിമ നമ്മളെല്ലാം കണ്ടിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ട്, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, അങ്ങനെ ഒരു സിനിമയാണ്. ആ സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും കൂടെ ഒരു രംഗമുണ്ട്. ആ രംഗം മോഹൻലാൽ വളരെ അപൂർവം ഒരു ബിയർ കുടിക്കുന്ന, ഞാനും ബിയർ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ കൂൾ ഡ്രിങ്ക്സ് ആണ് അന്നത്തെ, ആ കുപ്പിയുടെ കൂൾ ഡ്രിങ്ക്സ് ആണ് അതിന്. നമ്മുടെയൊക്കെ കോളേജ് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് കോളേജിൻ്റെ അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഒരു കൂൾ ഡ്രിങ്ക്സ് 1 രൂപയ്ക്ക്, അന്ന് 1 രൂപയ്ക്ക് കിട്ടുന്ന കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൂട്ടുകാരുടെ ഇടയിൽ വലിയൊരു ആവേശമാണ്, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അന്ന് മോഹൻലാൽ സിനിമയിൽ ഞാൻ ബിയർ കുടിക്കുന്നു എന്ന് പറയുന്ന ഒരു ആവേശത്തോടു കൂടി, വളരെ അത്ഭുതത്തോടു കൂടി പറയുന്ന സംഭവമാണ്. ഇന്നത്തെ ജനറേഷൻ നോക്കുമ്പോൾ സ്കൂൾ തലത്തിലായാൽ പോലും കുട്ടികളുടെ ഇപ്പോൾ ഓണാഘോഷങ്ങൾ, സ്കൂളിലെ ആനിവേഴ്സറി, പല ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പോലും ഈ വാർഷികങ്ങൾ പോലും ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ. കാരണം അതിൽ ലഹരിയിലേക്ക് പോകുന്ന, അതിൽ ഒരു ലഹരിയുടെ തലത്തിലുള്ള മാഫിയകളുടെ സ്വാധീനം ഒരു പ്രധാനമാണ്. കുട്ടികളുടെ ലഹരി ഉപയോഗം അതിലൊരു പ്രധാന ഘടകം തന്നെ. അത് നമ്മൾ അതിനെ നിശബ്ദമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം റൂറൽ പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള കൃത്യമായിട്ട് അധ്യാപകർക്ക് അവയർനെസ് ഇപ്പോൾ സബ് ഡിവിഷൻ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പം നെടുമങ്ങാട് സബ് ഡിവിഷൻ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അത് പണ്ട് കാലത്ത് ലഹരി ഉപയോഗം ഉണ്ട്, പക്ഷേ അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതിനെക്കാട്ടും വളരെ, ഞാൻ പറഞ്ഞില്ല, വേഗതയുടെ കാലമാണിത്. ആ കാലത്തിൽ എല്ലാം ഇപ്പോൾ സൈബർ ഇടമായാലും അതുപോലെ തന്നെ നേരത്തെ സാറ് സൂചിപ്പിച്ച സൈബർ ഇടത്തിൽ പുതിയ ചെറുപ്പക്കാരുടെ കമൻറ്റുകളും കാര്യങ്ങളും അത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകളൊക്കെ വളരെ
വളരെ പെട്ടെന്നാണ് നമ്മളൊരു സ്പ്രെഡ് ആവുന്നതിന് ഒരു പുതിയൊരു സംഭവം അല്ലെ ഒരു ലഹരിയുടെ തന്നെ ഒരു പുതിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് ചെറുപ്പക്കാരുടെ കുട്ടികളുടെ ഇടയിലേക്ക് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് രക്ഷിതാക്കൾക്കുള്ള കൃത്യമായ അവയർനെസ് ബോധവൽക്കരണം ഒരു പ്രധാന ഘടകം തന്നെയാണ്. രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ കുട്ടികൾ വീട്ടിനകത്ത് കയറി എന്ത് ചെയ്യുന്നു മണിക്കൂറുകളോളം ഒത്തിരി കേസുകൾ അവിടെ വരുന്നുണ്ട്. മണിക്കൂറുകളോളം കുട്ടികൾ 12 മണി 1 മണി വരെ എൻ്റെ മകൻ മൊബൈൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലാണ് എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്ന രക്ഷിതാക്കളുള്ള കുടുംബങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത്തരത്തിൽ അവിടെ നമുക്ക് അധ്യാപകർക്ക് ഇടപെടാൻ കുറച്ച് പരിമിതികളുമുണ്ട്. കാരണം സ്കൂൾ തല വൈകുന്നേരം വരെ കുട്ടികൾ കിട്ടുന്നുള്ളൂ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛനും അമ്മയും ചിലപ്പോൾ മൊബൈലിൻ്റെ ആ ഒരു സ്വാധീനത്തിൽ പോകുന്നവരാണെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കുട്ടികളുടെ വാശിക്ക് കുട്ടികൾക്ക് വേണ്ടി സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ഹൈസ്കൂൾ +2 തലം വരെ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു മൊബൈലിൻ്റെ ആവശ്യം യഥാർത്ഥത്തിലില്ല. കാരണം രക്ഷിതാക്കളുടെ മൊബൈൽ അതിന് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കുട്ടിക്ക് രക്ഷിതാക്കളുടെ ഫോൺ ഉപയോഗിച്ചാൽ പോലും അതിൽ തന്നെ രക്ഷിതാക്കൾക്ക് അറിഞ്ഞുകൂടാത്ത ഒത്തിരി സംഭവങ്ങൾ കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് പുതിയ കാലത്തിനനുസരിച്ച ബോധവൽക്കരണം അത് സൈബർ ഇടമായാലും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗമായാലും അതിലൊക്കെ രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള ബോധം കൃത്യമായിട്ട് അറിവ് ഇല്ലെങ്കിൽ ഈ അറിവ് അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് പുതിയ തലമുറ പോകുന്നുണ്ട്. പുതിയ തലമുറ